A ring of roses red and bright, a ring of lilies pure and white, mums and lotus and marigold, orange, pink and shining gold, many a flower, many a color, make a pretty പൂക്കളം. വെൽക്കം ഓ കിങ് മാവേലി, വെൽക്കം ഓ കിങ് മാവേലി. Ryan came for the Onam feast. He helped to count out the glasses. റിയാനും ഓണസദ്യക്ക് വന്നു. അവൻ ഗ്ലാസസ് എണ്ണാൻ വേണ്ടി സഹായിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. റിയാനെ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ആമേസ് ബർത്ത്ഡേയിൽ കണ്ടിരുന്നു അല്ലേ? കണ്ണ് കാണാത്ത കുട്ടി അല്ലേ? ആ കുട്ടി എന്താ പറയണമെന്ന് നോക്കൂ. റിയാൻ എന്താ പറയണമെന്ന് നോക്കൂ. ഐ കൗണ്ടഡ് ഔട്ട് 5 എന്ന് പറയണു അല്ലേ? ഞാൻ 5 എണ്ണം എണ്ണി എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണ് നീരവ് പറയണത്? ദർ ഈസ് 1 more in front. നിങ്ങൾ ഗ്ലാസ്സസ് നോക്കി നോക്കൂ. ടേബിളിൻ്റെ മുകളിൽ 5 ഗ്ലാസ്സസേ ഉള്ളൂ? അല്ല, ഒന്നും കൂടി ഉണ്ടല്ലേ. അവിടെ കാണാൻ വയ്യാത്തതുകൊണ്ട് കുട്ടി ആകെ 5 തന്നെ ആ കുട്ടി ഫീൽ ചെയ്തിട്ട് കൗണ്ട് ചെയ്തിട്ടുള്ളൂ അല്ലേ? അപ്പം നീരവ് പറയാണ് ദർ ഈസ് 1 more in front. മുമ്പിൽ ഒന്നും കൂടി ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ 5 and 1 make 5 plus 1 എത്രയാ? 5ൻ്റെ കൂടെ 1 വന്നാൽ 6 അല്ലേ? അപ്പോൾ 6 എന്ന് ബോക്സിൽ എഴുതുക. 5 plus 1 is equal to 6 എന്ന് ബോക്സിൽ എഴുതുക. ഇനി നമുക്ക് കണ്ട ചോട്ടിൽ നീരവിൻ്റെയും അതുപോലെ തന്നെ നിയയുടെയും മുമ്പിൽ കുറേ ഗ്ലാസ്സസ് ഇരിക്കുന്നുണ്ടല്ലേ. ഇനി അവിടെ പറഞ്ഞിരിക്കുകയാണ് നീരവ് ടുക്ക് ഔട്ട്. നീരവ് എത്ര എണ്ണം എടുത്തിരിക്കുന്നത് നോക്കൂ, കൗണ്ട് ചെയ്ത് നോക്കൂ എത്ര എണ്ണാന്ന്. 1 2 3 4 5 6 7 8 ഗ്ലാസ്സസ് ഉണ്ട് അല്ലേ? ബോക്സിൽ 8 എന്ന് എഴുതുക. നിയ ടുക്ക് ഔട്ട്. നിയ എത്ര ഗ്ലാസ്സസ് ഉണ്ടെന്ന് നോക്കൂ. 1 2 3 4 5 6 7 ഗ്ലാസ്സസ് അല്ലേ? അപ്പം ടോട്ടൽ ഗ്ലാസ്സസ് എത്രയാണ്? നീരവ് എടുത്ത 8 ഗ്ലാസ്സസും നിയ എടുത്ത 7 ഗ്ലാസ്സസും. അപ്പോൾ എത്രയാ? 8 + 7. നിങ്ങൾ ആഡ് ചെയ്ത് നോക്കൂ. 8 കഴിഞ്ഞാൽ 9 10 11 12 13 14 15 അല്ലേ? 15 ഗ്ലാസ്സസ് ഉണ്ട് അല്ലേ? 15 എന്ന സർക്കിളിൽ എഴുതുക. നീരവ് ഗേവ് 3 glasses ടു നിയ. നീരവ് 3 ഗ്ലാസ്സസ് നിയയ്ക്ക് കൊടുത്തു. നൗ നീരവ് ഹാസ് ഡാഷ് ഗ്ലാസ്സസ്. ഇപ്പം നീരവിൻ്റെ കയ്യിൽ എത്ര ഗ്ലാസ്സസ് ഉണ്ട്? നീരവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഗ്ലാസ്സസ് എത്രയായിരുന്നു? 8 ഗ്ലാസ്സസ് ആയിരുന്നു അല്ലേ? 8ൽ നിന്ന് 3 ഗ്ലാസ്സസ് നിയയ്ക്ക് കൊടുത്തു. ഇനി ബാക്കി എത്ര ഗ്ലാസ്സസ് ഉണ്ട്? 3ൽ നിന്ന് 8ലേക്ക് എണ്ണി നോക്കൂ. 3 കഴിഞ്ഞാൽ 4 5 6 7 8 എത്ര? 5 ഗ്ലാസ്സസ് അല്ലേ? നൗ നീരവ് ഹാസ് 5 ഗ്ലാസ്സസ്. ഇപ്പം നീരവിൻ്റെ കയ്യിൽ 5 ഗ്ലാസ്സസ് ആണുള്ളത്. നിയ ഹാസ് ഡാഷ് ഗ്ലാസ്സസ്. നിയയ്ക്ക് എത്ര ഗ്ലാസ്സസാ? ഓൾറെഡി നിയയുടെ കയ്യിൽ എത്ര ഗ്ലാസ്സസ് ആയിരുന്നു? 7 ആയിരുന്നു അല്ലേ? 7ൻ്റെ കൂടെ ഈ നീരവ് കൊടുത്ത 3 ഗ്ലാസ്സസും കൂടി വന്നു. അപ്പോൾ എത്രയായി? 7ൻ്റെ കൂടെ 3 ആഡ് ചെയ്യണം അല്ലേ? 7 കഴിഞ്ഞാൽ 8 9 10. എത്ര ഗ്ലാസ്സസാ? ടോട്ടൽ നമ്പർ ഓഫ് ഗ്ലാസ്സസ് എത്രയാ? 10 അല്ലേ? അപ്പോൾ നിയ ഹാസ് ആ ബോക്സിൽ എത്ര എഴുതണം? 10 ഗ്ലാസ്സസ്. ദേ അഗെയിൻ എക്സ്ചേഞ്ച്ഡ് ദ ഗ്ലാസ്സസ്. അവർ പിന്നെയും ഗ്ലാസ്സസ് കൈമാറ്റം ചെയ്തുകൊണ്ടിരുന്നു. ഹൗ മെനി ഗ്ലാസ്സസ് ക്യാൻ ഈച്ച് പോസിബിളി ഹാവ്? എത്ര ഗ്ലാസ്സസ് ആണ് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. മൈ കാൽക്കുലേഷൻ മൈ ഫ്രണ്ട്സ് കാൽക്കുലേഷൻ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? നീരവിൻ്റെ കയ്യിൽ എത്ര ഗ്ലാസ്സസ് ഉള്ളത്? 5 ഗ്ലാസ്സസ് ആയിരുന്നു അല്ലേ? 3 ഗ്ലാസ്സസ് നീരയ്ക്ക് കൊടുത്തതിന് ശേഷം നീരവിൻ്റെ കയ്യിൽ 5 ഗ്ലാസ്സസ് ആയിരുന്നു. 5 ഗ്ലാസ്സസിൽ നിന്ന് നീരവ് എത്ര കൊടുക്കാൻ നമുക്ക് ആക്കാം? 2 ഗ്ലാസ്സസ് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യാം? നീരവിൻ്റെ കയ്യിൽ ബാക്കി ഗ്ലാസ്സസ് എത്രയാ? 2ൽ നിന്ന് 5ലേക്ക് എണ്ണി നോക്കൂ. ബാക്കി കാണാൻ എന്താ ചെയ്യുക? 2 കഴിഞ്ഞാൽ 3 4 5 3 അല്ലേ? 3 എന്ന് ബോക്സിൽ എഴുതുക. അപ്പം ഇനി നീയുടെ കയ്യിൽ എത്ര ഗ്ലാസ്സസ് ആയി? ഓൾറെഡി 10 ഗ്ലാസ്സസ് ഉണ്ടായിരുന്നു അല്ലേ? നീരവ് 3 ഗ്ലാസ്സസ് കൊടുത്തതിന് ശേഷം നീയുടെ കയ്യിൽ 10 ഗ്ലാസ്സസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെയും നീരവ് എത്ര കൊടുത്തു? 2 ഗ്ലാസ്സസ് കൊടുത്തു. അപ്പോൾ നീയുടെ കയ്യിൽ എത്രയാ? 10ൻ്റെ കൂടെ 2 വന്നാൽ എത്ര വരിക? 12. 10 കഴിഞ്ഞാൽ 11 12. അപ്പോൾ ബോക്സിൽ 12 എന്ന് എഴുതുക. മൈ ഫ്രണ്ട്സ് കാൽക്കുലേഷൻ തന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെ? ഇനി നിങ്ങളുടെ ഫ്രണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയായിരിക്കും എന്നും കൂടി എഴുതാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്കത് നീരവ് ഗേവ് 1 glass ടു നിയ എന്നാക്കാം. നീരവ് ഗേവ് 1 glass ടു നിയ എന്നാണെങ്കിൽ ഇപ്പം നീരവിൻ്റെ കയ്യിൽ എത്ര ഗ്ലാസ്സസ് ഉണ്ട്? ബാക്കി 5 ഗ്ലാസ്സസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 1 കൊടുത്തു. ഇനി ബാക്കി എത്ര ഗ്ലാസ്സസ് ഉണ്ട്? 4 അല്ലേ? 4 എന്ന് ബോക്സിൽ എഴുതുക.
അപ്പം നീയുടെ കയ്യിൽ എത്ര ഗ്ലാസ്സസ് ആയി? നീയുടെ കയ്യിൽ 10 ഗ്ലാസ്സസാണ് ഉണ്ടായിരുന്നത്. 10ൻ്റെ കൂടെ ഒരു ഗ്ലാസും കൂടി നീരവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. അപ്പം 10 + 1 എത്രയാ? 11. അപ്പോൾ എന്തായാലും ടോട്ടൽ നമ്പർ ഓഫ് ഗ്ലാസ്സസ് എത്രയാണ് വരിക? 15 ഗ്ലാസ്സസ് ആണ്. അപ്പോൾ നമുക്ക് 15 എന്നുള്ള നമ്പർ ഏതൊക്കെ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് 15 കിട്ടുക എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് കേട്ടോ. ഓണം ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓണസദ്യ. റിലേറ്റീവ്സ് ആൻഡ് നൈബേഴ്സ് കെയിം ഫോർ ദ ഫീസ്റ്റ്. റിലേറ്റീവ്സും നൈബേഴ്സും ഒക്കെ സദ്യക്ക് വന്നു. നീരവ് ടുക്ക് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അമ്മ എന്താ പറയണം നോക്കൂ. ഷാൾ വി ലേ ഔട്ട് ദ ലീവ്സ്? നമുക്ക് ഇലകൾ നിരത്തണ്ടേ എന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പം നീരവ് ടുക്ക് എന്ന് തന്നിട്ടുണ്ട്. ഇലകൾ, ബനാന ലീഫ് കണ്ടോ നിങ്ങൾ? നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുകയല്ലേ. സദ്യ വിളമ്പാനായിട്ട് ഇലകളൊക്കെ മുറിച്ച് വെച്ചിരിക്കുന്നു അല്ലേ. അപ്പം ടുക്ക് എത്രയാണ്? കൗണ്ട് ചെയ്യൂ. 1 2 3 4 5 6 7 8 9 ലീവ്സ് ആണുള്ളത്. നീരവ് ടുക്ക് എത്രയാ? 1 2 3 4 5 6 7 8 ലീവ്സ് ആണ്. അപ്പോൾ ടോട്ടൽ ലീവ്സ് എത്രയാ? ടോട്ടൽ ലീവ്സ് ടുക്ക് 9 ലീവ്സ്, നീരവ് ടുക്ക് 8 ലീവ്സ്. അപ്പോൾ 9 + 8 എത്രയാണ് വരിക? 9ൻ്റെ കൂടെ 8 ആഡ് ചെയ്യൂ. 9 കഴിഞ്ഞാൽ 10, 11, 12, 13, 14, 15, 16, 17. എത്ര ടോട്ടൽ നമ്പർ ഓഫ് ലീവ്സ് എത്രയാണ്? 17 ആണ്. 17 എന്ന സർക്കിളിൽ എഴുതുക. അടുത്തത് ഓണസദ്യ വിളമ്പി അവിടെ എല്ലാവരും ഇരിക്കണു അല്ലേ, നിരന്നിരിക്കുന്നത് കണ്ടോ. ഓൾ സാറ്റ് ഡൗൺ ടു ഇറ്റ്. എല്ലാവരും ഇരുന്നു അല്ലേ, നിലത്തിരുന്നു ഭക്ഷണം കഴിക്കാനായിട്ട്. ഹൗ മെനി ചിൽഡ്രൻ? എത്ര കുട്ടികളുണ്ട്? കൗണ്ട് ചെയ്ത് നോക്കൂ. ഒരു സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്ത് വരിക കേട്ടോ. 1 2 3 4 5 6 7 അല്ലേ. 7 ചിൽഡ്രൻസ് ആർ ദർ. അപ്പം നമ്മൾ ബോക്സിൽ 7 എന്ന് എഴുതുക. ഹൗ മെനി ഗ്രോൺ അപ്പ്? അതായത് മുതിർന്നവർ എത്ര പേരുണ്ട്? കൗണ്ട് ചെയ്യൂ. 1 2 3 4 5 6 7 8 9 ഉണ്ട് അല്ലേ. ഗ്രോൺ അപ്സ് ഉണ്ടല്ലേ. അപ്പം 9 എന്ന് ബോക്സിൽ എഴുതുക. ആൻഡ് ഓൾ ടുഗദർ, എല്ലാവരും കൂടിയും ചേർന്ന് എത്ര പേരുണ്ട്? ചിൽഡ്രൻ എത്രയാണെന്നാണ് കണ്ടത്? 7 ആയിരുന്നു അല്ലേ. ദെൻ ഗ്രോൺ അപ്സ് എത്രയാ? 9 ആണ്. അപ്പോൾ 7 + 9 എത്രയാ? 7ൻ്റെ കൂടെ 9 ആഡ് ചെയ്ത് നോക്കൂ. 7 കഴിഞ്ഞാൽ 8 9 10 11 12 13 14 15 16 ആണ് അല്ലേ ആൻസർ വരിക. അപ്പോൾ 16 എന്ന് എഴുതുക. നമ്പർ ഓഫ് ലീവ്സ് യൂസ് ഫോർ ദ ഫീസ്റ്റ്. സദ്യക്കായിട്ട് യൂസ് ചെയ്ത ലീവ്സുകളുടെ എണ്ണം ചോദിച്ചിരിക്കുകയാണ്. എത്രയാ? ചിൽഡ്രനും ഗ്രോണപ്സും കൂടിയും ചേർന്ന് രണ്ടുപേർക്കും കൂടി എത്ര ലീവ്സ് വേണ്ടി വന്നു? 16 ലീവ്സ് ആണ് വേണ്ടി വന്നത് അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് ലീവ്സ് നീരവ് ആൻഡ് നിയ ബ്രോഡ്. നീരവും നിയയും കൂടിയും മൊത്തം എത്ര ലീവ്സ് ആണ് കൊണ്ടുവന്നത്? നീരവും നിയയും കൂടിയും കൊണ്ടുവന്ന ലീവ്സുകളുടെ എണ്ണം നമ്മൾ നേരത്തെ കണ്ടു അല്ലേ. 17 ആണ് അല്ലേ. ദെൻ ആർ ദ ലീവ്സ് മോർ ഓർ ലെസ്? ഇലകൾ കൂടുതലാണോ അതോ കുറവാണോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ലീവ്സ് നീരവും നിയ ബ്രോട്ട് 17 ആണ്. നമ്പർ ഓഫ് ലീവ്സ് യൂസ് ഫോർ ദ ഫീസ്റ്റ് 16 ആണ്. അപ്പോൾ ലീവ്സ് കൂടുതലാണോ കുറവാണോ? മോറാണ് അല്ലേ. മോർ എന്ന് പറഞ്ഞാൽ കൂടുതൽ, ലെസ് എന്ന് പറഞ്ഞാൽ കുറവ്. അപ്പോൾ മോറാണ് അല്ലേ. മോർ എന്ന ബോക്സിൽ എഴുതുക. ഹൗ മെനി എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര കൂടുതലുണ്ട്? ഹൗ മെനി മോർ എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയാണ് കൂടുതൽ? 17 ആയിരുന്നു ഉണ്ടായിരുന്നത്, 16 യൂസ് ചെയ്തു. അപ്പോൾ എത്രയാണ് കൂടുതലുള്ളത്? 1 മോർ അല്ലേ. 1 മോർ എന്ന് എഴുതുക. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.